സൂപ്പർ ഹിറ്റ് പരമ്പരകൾ സമ്മാനിക്കുന്ന ചാനലാണ് ഏഷ്യാനെറ്റ്. ഇപ്പോഴിതാ ഏഷ്യാനെറ്റ് ചാനലിലെ നിലവിലെ 4 പരമ്പരകൾ അവസാനിപ്പിക്കുന്നു. ഇഷ്ടം മാത്രം, സ്നേഹക്കൂട്ട്, മൗനരാഗം, ടീച്ചറമ്മ എന്നീ പരമ്പരകൾക്കാണ് ഇപ്പോൾ ക്ലൈമാക്സ് എപ്പിസോഡുകൾ വരാനിരിക്കുന്നത്. മൗനരാഗം സീരിയൽ ക്ലൈമാക്സ് ആണെന്ന് ഒരാഴ്ച മുമ്പേ ഏഷ്യാനെറ്റ് ഒഫീഷ്യലി അറിയിച്ചിരുന്നു. ഇപ്പോൾ അതിനു പുറമെയാണ് 3 പരമ്പരകൾ കൂടി ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏഷ്യാനെറ്റിന് ഇതെന്താ പറ്റിയത്? 4 സീരിയലുകളാണ് ഒറ്റയടിക്ക്. ഏഷ്യാനെറ്റ് ചാനലിന് ഇതെന്താണ് പറ്റിയത് എന്നാണ് പല പ്രേക്ഷകരും ചോദിക്കുന്നത്. ഒറ്റയടിക്ക് 4 പരമ്പരകൾ ഒരുമിച്ച് അവസാനിച്ചത് ഇതുവരെ ഉണ്ടായിട്ടില്ല. 1-2 സീരിയലുകൾ പലപ്പോഴും ഒരുമിച്ച് അവസാനിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരുമിച്ച് 4 പരമ്പരകൾ അവസാനിപ്പിക്കുന്നെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കും എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോകുന്ന 4 പരമ്പരകൾ മൗനരാഗം, സ്നേഹക്കൂട്ട്, ഇഷ്ടം മാത്രം, ടീച്ചറമ്മ. ഈ 4 പരമ്പരകളും കാണാൻ പ്രേക്ഷകരുണ്ടെങ്കിലും പലപ്പോഴും റേറ്റിംഗിൽ പിന്നിൽ നിൽക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരമ്പരകൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള കാരണം. മൗനരാഗം പിന്നെ തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തോളമായിട്ടുണ്ട്. മൗനരാഗം ഏകദേശം ക്ലൈമാക്സിനോട് അടുപ്പിക്കാവുന്ന സമയമൊക്കെ അതിക്രമിച്ചിരുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകർ പലപ്പോഴും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇഷ്ടം മാത്രം, സ്നേഹക്കൂട്ട്, അതുപോലെ ടീച്ചറമ്മ, ഈ പരമ്പരകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ടീച്ചറമ്മയും സ്നേഹക്കൂട്ടും ഒരുപടി മുന്നിൽ നിൽക്കുന്നത് തന്നെയായിരുന്നു. എന്നാൽ ഇവ 4ഉം ഒരുമിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രേക്ഷകർക്ക് ചിലരെങ്കിലും കാണാൻ ഇഷ്ടപ്പെടുന്ന പരമ്പരകൾ തന്നെയാണ് ഇവ 4 പക്ഷേ ഈ 4 സീരിയലുകളും ഒരുമിച്ച് അവസാനിപ്പിക്കുന്നതിന് പിന്നിൽ തക്കതായിട്ടുള്ള എന്തെങ്കിലും കാരണമുണ്ടാകുമെന്നാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. പ്രേക്ഷകർക്ക് കുറച്ചു പേർക്കെങ്കിലും നിരാശയുണ്ടാകും. എന്നാലും പുതുതായി ഏഷ്യാനെറ്റിൽ ഇവർ വിവാഹിതരായാൽ എന്നൊരു സീരിയൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുക്കിംഗ് ആൻഡ് കോമഡി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടി ഏഷ്യാനെറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരമ്പരകൾ അവസാനിപ്പിക്കുന്നത്. ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഇപ്പോൾ പരമ്പരകൾക്കാൾ മറ്റു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളാണ് കാണാൻ ഇഷ്ടം. അതായത് പതിവ് ശൈലിയിൽ നിന്നുള്ള സീരിയലുകളിലെല്ലാം മാറി വേറിട്ട് ചിന്തിക്കുന്നവരാണ് ഇപ്പോൾ കൂടുതൽ പ്രേക്ഷകരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എൻ്റർടൈൻമെൻ്റായി ആൾക്കാർക്ക് കാണാൻ സാധിക്കും എന്നൊക്കെയാണ് അഭിപ്രായങ്ങളും വരുന്നത്. അതുപോലെ കുക്കിംഗ് ആൻഡ് കോമഡി പ്രോഗ്രാമിൽ ബിഗ് ബോസിലെ അനുമോൾ, അതുപോലെ ഭാവന, അങ്ങനെയുള്ള ഒരുപാട് പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള പരമ്പരകളെല്ലാം പെട്ടെന്ന് അവസാനിപ്പിച്ചതും. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. എന്തായിരിക്കും കുക്കിംഗ് ആൻഡ് കോമഡി പ്രോഗ്രാം എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. അതിൽ നിരവധി സെലിബ്രിറ്റികളാണ് എത്തുകയും ചെയ്യുന്നത്. അതുപോലെ ബിഗ് ബോസ് റിയാലിറ്റി ഷോ 8ാം സീസൺ വരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഏപ്രിൽ മെയ്യോട് കൂടിയിട്ടാണ് ബിഗ് ബോസ് സീസൺ 8 വരുന്നത് എന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് മറ്റു രീതിയിലുള്ള ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഏഷ്യാനെറ്റ് പുറത്തു വിട്ടിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഏതായാലും ഈ പരമ്പരയ്ക്കും ഈ ഒരു കോമഡി പ്രോഗ്രാമിനും വേണ്ടിയിട്ടാണ് ഈ 4 പരമ്പരകളും